സീറ്റ് തരാത്തതല്ല, അല്ലെങ്കിൽ മത്സരിപ്പിക്കാത്തത് കൊണ്ടല്ല, താൻ സീറ്റ് വേണ്ടെന്ന് വെച്ചത് കൊണ്ടാണ് എന്നാണ് ആര് പറയുന്നത്? പി സരിൻ പറയുന്നത്. ഇപ്പോ CPM-ന്റെ പാലക്കാട് ജില്ലയിലെയും സംസ്ഥാനത്തെയും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ചൊക്കെ ഒരു വലിയ ചർച്ചകളൊക്കെ അവസാനിച്ചു, ഏകദേശം ധാരണയിലൊക്കെ എത്തിയിട്ടുണ്ട്. പ്രഖ്യാപനം മാത്രം നടന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ വിഷയം 2024 പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് തന്നില്ല, മത്സരിപ്പിച്ചില്ല, സ്ഥാനാർത്ഥിയാക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് മറുകണ്ഠം ചാടിയ പി സരിൻ എന്ന് പറയുന്ന പിരായിരിയിലെ പ്രാന്തൻ പരനാറി സരിൻ, ആ സരിന് CPM സീറ്റ് നൽകിയിട്ടില്ല, സീറ്റ് നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ വരുന്ന വാർത്തകൾ. അപ്പോ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോ സരിൻ പറഞ്ഞ പ്രതികരണമാണ് ഞാൻ പറഞ്ഞത്. സീറ്റ് നൽകാതിരുന്നതല്ല, മത്സരിപ്പിക്കാതിരുന്നതല്ല, മറിച്ച് തന്നോട് ആവശ്യപ്പെട്ടപ്പോ, തന്റെ അഭിപ്രായം ചോദിച്ചപ്പോ തനിക്ക് സീറ്റ് വേണ്ട, താൻ മത്സരിക്കുന്നില്ല, താൻ ഒരു സാധാരണ പ്രവർത്തകനായി തുടർന്നു കൊള്ളാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് മത്സരിക്കാത്തതെന്ന് പിരായിരിയിലെ പ്രാന്തൻ പറയുന്നു. കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ ഷാർജയിലെ ഫ്ലാറ്റിൽ ഇരുന്നു കൊണ്ട് സൗമ്യ സരീൻ കരയുന്ന കരച്ചില് ഇവിടെ വരെ കേൾക്കാൻ കഴിയുന്നുണ്ട്. ഏങ്ങലടിച്ച് തേങ്ങി കരയുകയാ. എന്താ കാര്യം? വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു. സിവിൽ സർവീസ് രാജിവെച്ചത് തന്നെ ആ ആഗ്രഹത്തിന് പുറത്താ. എന്താ ആഗ്രഹം? മന്ത്രി കൊച്ചമ്മയാവണമെന്നുള്ള ആഗ്രഹം. അങ്ങനെയാണ് കോൺഗ്രസിൽ വന്നു ചേർന്നത്, പ്രവർത്തനം തുടങ്ങിയത്. ഒറ്റപ്പാലത്ത് കോൺഗ്രസ് മത്സരിപ്പിച്ചു, പക്ഷെ 8 നിലയിൽ പൊട്ടി. അത് കഴിഞ്ഞ് പാലക്കാട് ഈ പറയുന്ന ഷാഫി വണ്ടി കയറിയപ്പോ പാലക്കാട് മത്സരിക്കാൻ പറ്റുമെന്ന് കരുതി. എന്താ സംഭവിച്ചത്? മത്സരിക്കാൻ പറ്റിയില്ല. അതിന് പകരം രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയായി. ഉടൻ മറുകണ്ഠം ചാടി മത്സരിച്ചു, 8 നിലയിൽ പൊട്ടി എന്ന് പറഞ്ഞാൽ തൂറാത്തവൻ തൂറിയപ്പോ തീട്ടം കൊണ്ട് ആറാട്ട് എന്ന് പറഞ്ഞു കേട്ടില്ലേ നിങ്ങള്? അതുപോലെയായിരുന്നു. ഒരു വല്ലാത്ത പൊട്ടലായി പോയി. അതിനുശേഷം ഈ ഒരു സ്വപ്നം ഇങ്ങനെ ബാക്കിയാ. മന്ത്രി കൊച്ചമ്മയാവണം, MLA ബോർഡ് വെച്ച കാറിൽ വരണം, MLA ഓഫീസ് തുറക്കണം. മാത്രമോ? തീർന്നില്ല. പിന്നെ എന്തൊക്കെ വേണം? ഇതേ ഈ പറയുന്ന MLA-യുടെ ഭാര്യയും MLA ബോർഡ് വെച്ച കാറിൽ സഞ്ചരിക്കണം. വല്ലാത്തൊരു ആഗ്രഹങ്ങളാ. എന്നിട്ട് എന്തായി? ഒന്നും ആയില്ല. അവസാനം രാഹുലിനെ വീഴ്ത്താനുള്ള എല്ലാ പണിയും എടുത്തു. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. കാരണം എന്താ? ഇവൻ കുലം കുത്തിയ എന്നുള്ളത് സഖാക്കൾക്ക് മനസ്സിലാക്കി തുടങ്ങി. അപ്പോ CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ പി സരിന് സ്ഥാനമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വാർത്ത. അതിനേക്കാൾ വലിയ വാർത്ത എന്താ? മത്സരിപ്പിക്കാത്തതല്ല, സീറ്റ് തരാത്തതല്ല, ഞാൻ വേണ്ടെന്ന് വെച്ചതാണ്. സനീന്റെ ആ മഹാമനസ്കത അത് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല. മാത്രവുമല്ല, നമ്മൾ കാണണം, നമ്മൾ അഭിനന്ദിക്കണം, നല്ലൊരു കയ്യടി കൊടുക്കണം. കാരണം എന്താ? ഇത്രയും വലിയ മഹാമനസ് ആർക്കാണ് ഉണ്ടാവുക? ഏത് രാഷ്ട്രീയ നേതാവിനാണ് ഉണ്ടാവുക? എന്തിന്? ഇന്നലത്തെ മഴക്ക് പൊട്ടിമുളച്ച ചെറിയ 1-ാം കിട, 2-ാം കിട, 3-ാം കിട ഒന്നുമല്ലാത്ത പൊട്ടിമുളച്ച ഈ രാഷ്ട്രീയ നേതാവിന് പോലും ഈ മഹാമനസ്കത ഉണ്ടാവില്ല. അവിടെയാണ് സരിന്റെ മഹാമനസ്കതയെ നമ്മൾ കാണേണ്ടത്. ഇപ്പോ ലഭിച്ച ഒരു വിവരം പ്രകാരം സരിൻ ഒരു മറുകണ്ഠം ചാടലിന്റെ വക്കിലാണ് എന്നുള്ളതാ. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുമായിട്ട് അത് പങ്കുവച്ചിരുന്നു. ഇനി മേ ബി ഒരു സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോ ആരുടേത്? കോൺഗ്രസിൻ്റെതോ അല്ല BJP-യുടേതോ? അതെ, BJP-യുടെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോ അതിൽ ഡോക്ടർ പി സരിൻ ഇന്ന സ്ഥലത്ത് മത്സരിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായാൽ നിങ്ങൾ ആരും ഞെട്ടേണ്ട. കാരണം എന്താ? ഇത് തന്നെ, ഈ MLA ആവണം എന്നുള്ള അതിമോഹം, അതിയായ മോഹം, അത് തന്നെയാണ് കാരണം സരിൻ നോക്കിയിട്ട് CPM സീറ്റ് നൽകുന്നില്ല. മാത്രമല്ല, CPM-നോട് ആവശ്യപ്പെട്ടത് ഒന്നില്ലെങ്കിൽ ഷൊർണൂര്, അല്ലെങ്കിൽ ഒറ്റപ്പാലം. ഇത് രണ്ടാം
ഇത് രണ്ടുമാണ് ആവശ്യപ്പെട്ടത്. പാലക്കാട് വേണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? പാലക്കാട് വിജയ സാധ്യത വളരെ കുറവാണ്, അതുകൊണ്ട് പാലക്കാട് വേണ്ട എന്ന് പറഞ്ഞത്. ഒറ്റപ്പാലവും ഷൊർണൂരും ആണെങ്കിൽ എന്തെങ്കിലും ഒരു വിജയ സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണ് ഒറ്റപ്പാലം ഷൊർണൂരും മതി എന്ന് പറഞ്ഞത്. എന്നിട്ട് CPM ആണെങ്കിൽ ഇവിടെ എവിടെയും സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു സന്നദ്ധതയും കാണിക്കുന്നില്ല. മാത്രമല്ല CPM പറഞ്ഞത് വേണമെങ്കിൽ പാലക്കാട് മത്സരിച്ചോ, ജയവും തോൽവിയും ഒക്കെ നിന്റെ കാര്യം, സീറ്റ് വേണോ മത്സരിക്കണോ പാലക്കാട് മത്സരിച്ചോ എന്നുള്ളതാണ് CPMന്റെ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്തായാലും CPMൽ നിന്നുകൊണ്ട് MLA ആകാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന ലക്ഷണമില്ല. പിന്നെ എന്താ ഇനി അടുത്ത വഴി മറുകണ്ഠം ചാടുക. മറുകണ്ഠം ചാടി BJPയുമായി സംസാരിച്ചു, ചർച്ച നടത്തി. എന്താ കാര്യം മറ്റൊന്നല്ല, പാലക്കാട് മത്സരിപ്പിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വരാം, കണ്ടീഷൻ ഒന്നേ ഉള്ളൂ, പാലക്കാട് മത്സരിപ്പിക്കണം. കാരണം എന്താ, പാലക്കാട് കുറെ നാളുകളായിട്ട് BJP 2ാം സ്ഥാനത്തെത്തുന്ന ഒരു മണ്ഡലമാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതുവഴി അവിടെ ഒരു വിജയം കാണാൻ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തൻ്റെ ഭാര്യ ആ ഷാർജയിലെ ഫ്ലാറ്റിലിരുന്ന് കരയുന്ന കരച്ചില് നമ്മുടെ കാതുകളിലേക്കും എത്തും, സരിന്റെ കാതുകളിലേക്കും എത്തുന്നുണ്ട്. എന്ത് ചെയ്യണം? ഭാര്യയെ മന്ത്രിക്കൊച്ചമ്മയാക്കണം. അതിനുള്ള ഒരു തത്രപ്പാടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോ BJPയുമായി നടത്തിയ ചർച്ചയുടെ ആ ഒരു ആൻസർ എന്നുള്ള രീതിയിലുള്ള മറുപടികളൊന്നും വന്നിട്ടില്ല. എന്നാലും ഒരു ചർച്ച നടത്തിയിട്ട് സരിൻ കാത്തിരിക്കുകയാണ്. സരിന്റെ ലക്ഷ്യം CPMനോട് പാലക്കാട് വേണ്ട എന്ന് പറഞ്ഞു, BJPയോട് പറഞ്ഞു എനിക്ക് പാലക്കാട് വേണം, പാലക്കാട് മത്സരിപ്പിക്കുകയാണെങ്കിൽ ഞാൻ വരാം. ഇതാണല്ലോ BJPയോട് പറഞ്ഞ കണ്ടീഷൻ. രണ്ടുപേരോടും രണ്ട് കാര്യം പറയാൻ എന്താ? CPMൽ നിന്നുകൊണ്ട് പാലക്കാട് മത്സരിച്ചാൽ വിജയിക്കില്ല എന്നറിയാം, BJPയിൽ നിന്ന് പാലക്കാട് മത്സരിച്ചാൽ സാധ്യതയുണ്ട് എന്ന് പറയാം. സാധ്യത പറഞ്ഞാല് കഴിഞ്ഞ തവണയൊക്കെ 2ാം സ്ഥാനത്ത് എത്തുന്നു എന്നുള്ള സാധ്യത. മനസ്സിലായില്ലേ? CPMലാണെങ്കിലോ വളരെ പുറകിലാണ്, 3ാം സ്ഥാനത്താണ്. മനസ്സിലായില്ലേ? 1, 2, 3 ഇതാ ഉള്ളൂ സ്ഥാനം. പിന്നെ ഈ പറയുന്ന ചില അപരന്മാരൊക്കെ മത്സരിക്കുന്നു എന്നല്ലാതെ മറ്റൊന്നുമില്ല താനും. അപ്പൊ പറഞ്ഞു വരുന്നത് വല്ലാത്ത എനിക്കിപ്പോ സത്യമായിട്ടും ഈ കഴിഞ്ഞ ദിവസങ്ങളില് ചില ചാനലുകളില് ഈ സരിന്റെ ചില അഭിമുഖങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സീറ്റ് കിട്ടാത്തതിന് മറുകണ്ഠം ചാടിയ വ്യക്തി, അതും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ, അതും വിജയിച്ചാൽ 1.5 വർഷത്തിന്റെ മാത്രം കാലാവധിയുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് തരാത്തതിനാണ് മറുകണ്ഠം ചാടിയത്. ഇപ്പൊ ഒരു പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുന്നു. വിജയിച്ചാൽ 5 വർഷത്തെ കാലാവധിയുണ്ട് അല്ലേ? ആ 5 വർഷത്തെ പോസിബിലിറ്റി ഉണ്ട്. എന്നിട്ടും മത്സരിക്കാൻ സീറ്റില്ല. എവിടെയാ നിൽക്കുന്നത്? മറുകണ്ഠം ചാടി സ്ഥാനാർത്ഥിയാക്കിയവരുടെ കൂട്ടത്തിലാ. പക്ഷേ ഒരു വലിയ കാലാവധി മുന്നിലുള്ള ഒരു യഥാർത്ഥ തെരഞ്ഞെടുപ്പ്, വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോ അവരും ഈ പരനാറിയെ പരിഗണിക്കുന്ന പോലുമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അവരും ഈ പരനാറിയെ പരിഗണിക്കുന്ന പോലുമില്ല. അപ്പൊ ഇവന്റെ കോണം എത്രത്തോളം ഉണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല? ഇവനെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റൂല നീ, അത് തന്നെയാ പ്രശ്നം. CPM അവിടെ രാഹുലിനെതിരെ സ്ഥാനാർത്ഥിയാക്കി എന്നൊക്കെ പറഞ്ഞാല് അതൊക്കെ ഒരു കണ്ണിൽ പൊടിയിടല. കാരണം CPMന് വേറെ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. മത്സരിക്കാതിരിക്കുന്നതിലും നല്ലതായിരുന്നല്ലോ അപ്പുറത്തുനിന്ന് ചാടി വരുന്ന ഏതെങ്കിലും ഒരുത്തിനെ മത്സരിപ്പിക്കുക എന്നുള്ളത്. ആ ഒരു രീതിയിൽ മത്സരിപ്പിച്ചു എന്നുള്ളേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോ ഇവനെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല എന്നുള്ളത് CPMന് പോലും മനസ്സിലായതാ. കാരണം എന്താ? കോൺഗ്രസിന് പറ്റിയ അബദ്ധം പറ്റും, കൂട്ടത്തിൽ കൂട്ടിയാല് കൂട്ടത്തിൽ നിൽക്കും, വലിയ ചിരിയും കളിയും വർത്താനവും പറച്ചിലൊക്കെ ആയിരിക്കും. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത്? കുറച്ചു ദിവസം കഴിയുമ്പോൾ മറുകണ്ഠം ചാടും, അവിടെ ചെന്നിട്ട് ഇവരെ തെറി വിളിക്കും. മനസ്സിലായോ? അപ്പൊ ഇതൊന്നും CPM ഇതൊക്കെ മുൻകൂട്ടി കാണുന്നുണ്ട്. കാരണം ഇവനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് മാത്രമല്ല, ഇവൻ പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നവനാണ്. ആര് പണം കൊടുത്താലും അവന്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് റെഡിയാണ് ഇവൻ. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? ഒരു വാക്ക് ഞാൻ വിട്ടത് തന്നെയാ. അപ്പോ പറഞ്ഞു വന്നത്, പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടാണ് സരിൻ നിൽക്കുന്നത്.
ഇപ്പോ സരിനി പറയേണ്ടി വന്നു, എന്ത് സീറ്റ് തന്നില്ല അല്ലെങ്കിൽ മത്സരിപ്പിച്ചില്ല എന്നൊന്നുമല്ല ഉണ്ടായത്, താൻ വേണ്ടെന്ന് വെച്ചത് കൊണ്ടാണ്. വല്ലാത്തൊരവസ്ഥയാണ്. ഇനിയിപ്പോ ഈ പറഞ്ഞതൊന്നും സൗമ്യ കേൾക്കണ്ട, കേട്ടിയാ പിന്നെ വീട്ടിൽ കയറ്റുന്നത് കൂടി ഇല്ലാതാവും. കാരണം എന്താ, സൗമ്യ ഒരേ ഒരൊറ്റ ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്, എങ്ങനെയെങ്കിലും മന്ത്രി കൊച്ചമ്മയാവണം. നീ എനിക്ക് മത്സരിക്കാൻ സീറ്റ് നൽകിയില്ല എന്നല്ല, ഞാൻ മത്സരിക്കാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ സൗമ്യ ചൂലെടുത്ത് ആട്ടി ഇറക്കും നിന്നെ.